നമസ്കാരം. മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ നിലയിലേക്ക് ഉയർത്തി ഇന്ന് നമ്മുടെ മലയാള സിനിമ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു ചിത്രമാണ് നിറയെ തത്തകളുള്ള മരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അതിൻ്റെ പ്രൊഡ്യൂസർ, മെയിൻ ആക്ടർ ആൻഡ് ക്യാമറാമാൻ, ഇത്രയും പേര് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കും അവരുടെ എക്സ്പീരിയൻസിലേക്കും കടന്നു ചെല്ലാം. ആദ്യമായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള വിനയൻ സാറിനോട് ചോദിക്കാം. സർ, ഈ സിനിമ കൈകാര്യം ചെയ്തപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല, മറിച്ച് ഒരുപാട് കാണുന്നവരുടെ മനസ്സിന് കുളിർമ നൽകുന്ന അല്ലെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു തരം സിനിമയാണിത്. കൊമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാടുള്ള ഈ കാലഘട്ടത്തിൽ പണച്ചിലവൊന്നും നോക്കാതെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ശരിക്കും മനുഷ്യൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നൽകുന്ന ഒരു സിനിമയായിട്ടുള്ള ഈ ഒരു സിനിമ എടുക്കാനായിട്ട് സാറിന് പ്രചോദനം നൽകിയത് എന്താണ്? തീർച്ചയായിട്ടും കലയോടുള്ള ഒരു ഞാനൊരു സിംഗറാണ്, ആക്ച്വലി മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ സംഗീതത്തോടും കലയോടുമൊക്കെയുള്ള ഒരു താല്പര്യങ്ങൾ എനിക്കുണ്ട്. നല്ല സിനിമയുടെ വക്താക്കളെ അല്ലെങ്കിൽ നല്ല സിനിമ എടുക്കുന്നവരോട് നമുക്കെപ്പോഴും ഒരു ബഹുമാനമുണ്ട്, ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒന്നും നോക്കാതെ. അപ്പോൾ ഇങ്ങനൊരു പ്രോജക്റ്റ് ജയരാജ് സാറിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിട്ട് ഈ പ്രപ്പോസൽ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കലാമൂല്യമാണ് ആദ്യമായിട്ട് വിലയിരുത്തിയത്. അപ്പോൾ എനിക്ക് തോന്നി ഈ പടം എത്രയായാലും ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പടമായിരിക്കും, അതിൻ്റെ പല എലമെൻസും നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഞാനൊരു ഭാഗ്യമായിട്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തതാണ്. തീർച്ചയായിട്ടും അതിനെ കിട്ടുന്ന ഈ അംഗീകാരങ്ങൾ ഞാൻ ഒരുപാട് അഭിമാനത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അന്നെടുത്ത ഡിസിഷൻ വളരെ നല്ലതായിരുന്നു, വളരെ കറക്റ്റായിരുന്നു ഉള്ളത് ഓരോ ദിവസം കൂടുന്നവരും എനിക്ക് തന്നെ ബോധ്യമായി വരികയാണ്. ഞാനതിന് ജയരാജ് സാറിനോടും പ്രത്യേകിച്ചും ഇതിനുള്ള ഒരു കടപ്പാട് എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, ഇതിൻ്റെ ഒരു ആക്ടിങ് തലത്തിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അപ്പൂപ്പനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മനുഷ്യൻ ആരാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്ന ഒരു അപ്പൂപ്പനുണ്ട്. അത് ആ റോള് ചെയ്തിരിക്കുന്ന നമ്മുടെ നാരായണൻ സർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. സാറിൻ്റെ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സാറിൻ്റെ ജീവിതവുമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ സാറിൻ്റെ പ്രവൃത്തി മേഖലകളുമായി നോക്കുമ്പോൾ ഈ ഒരു സിനിമ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു? എന്ത് എക്സ്പീരിയൻസ് ആയിരുന്നു സാറിനുണ്ടായിരുന്നത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജയരാജ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എനിക്കൊരിക്കലും ഞാൻ ഇതിനു മുമ്പ് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ നിങ്ങളൊക്കെ ആസ്വദിക്കുന്നത് പോലെ കണ്ടാസ്വദിക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ ഞാൻ പലപ്പോഴും അത് ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലൊരു പ്രത്യേകതയുള്ളൊരു സിനിമ ആയിട്ടാണ് ജയരാജ് സാറിൻ്റെ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു ഡയറക്ടറുടെ കീഴിൽ ഒരു സിനിമയിൽ അഭിനയിക്കുക, അതും അതിൽ ഏറ്റവും മുഖ്യ റോൾ തന്നെ അഭിനയിക്കാനുള്ളൊരു അവസരം എന്നെ തേടി എത്തിയപ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടെയാണ് ഞാനത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു സിനിമ അഭിനയിക്കാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഞാനുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നീന്തൽ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം, പിന്നെ കുറേയൊക്കെ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കണം, പിന്നെ ഈ ഒരു അപ്പൂപ്പൻ്റെ വേഷമാണ് അഭിനയിക്കേണ്ടതും അപ്പൂപ്പന് കാഴ്ചശക്തിയും ഇല്ല, അതുപോലെ തന്നെ ഓർമ്മശക്തിയും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി, അതായത് ഒരു 8 വയസ്സുകാരനുമായിട്ട് ഉള്ള ഒരു നിരന്തരം ഇടപെടലിൻ്റെ ഒരു സിനിമയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നീന്താൻ അറിയാം, പിന്നെ അത്യാവശ്യത്തിന് കോൺഫിഡൻസൊക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേരക്കുട്ടികളെയൊക്കെ പല രീതിയിൽ, ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ പലപ്പോഴും കുട്ടികളൊക്കെ ആയിട്ട് ഡീൽ ചെയ്തിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യമുള്ളൂ, എൻ്റെ പേരക്കുട്ടികളോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇടപഴകുന്ന രീതിയിൽ അത്രക്കും സ്വതന്ത്രമായിട്ട് എനിക്ക് ചെറിയ കുട്ടിയോട് ഇടപഴകാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ശരിക്കും സിനിമയോടൊപ്പം ട്രാവൽ ചെയ്ത ഒന്നായിരുന്നു അതിൻ്റെ ഫ്രെയിമിങ്. ആലപ്പുഴയുടെ എല്ലാ സൗന്ദര്യങ്ങളും ഒപ്പിയെടുത്ത് കായലും
കടലും പക്ഷികളും എല്ലാം ഒപ്പിയെടുത്ത ഒരു ഫ്രെയിമിംഗ് ആയിരുന്നു. കാണാൻ അത്രത്തോളം സൗന്ദര്യമായിരുന്നു. ഒരു നിമിഷം കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ കണ്ണ് ചിമ്മിയല്ലോ എന്ന് നമുക്ക് വിഷമം തോന്നുന്ന ഒരു ഫ്രെയിമിങ്ങും ഒരു ക്യാമറയും ഒക്കെയായിരുന്നു അതിൻ്റേത്. അപ്പം അത് കലാമൂല്യം ഒട്ടും ചോർന്നു പോകാതെ കഥയോടൊപ്പം സഞ്ചരിച്ച ഒരു നല്ല ക്യാമറ നൽകിയ ആളാണ് സർ. സാറിന് എന്താണ് സാറിൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചോളം ഈ ഒരു ജയരാജ് ആദ്യത്തെ വർക്കാണിത്. അപ്പോൾ സാറിങ്ങനെ ഒരു പടമുണ്ട് വന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഞങ്ങളൊരു മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിംഗ് തന്നെ സബ്ജക്റ്റ് ഇതെങ്ങനെയാണ് ഒരു വള്ളയും പറഞ്ഞു. അതിനുശേഷം സാറ് കൃത്യമായിട്ട് സ്റ്റോറി കഥ തന്നു. ആക്ച്വലി ഇതൊരു സാറ് പറഞ്ഞത്രേ ഉള്ളൂ, ഇതൊരു നേച്ചർ ഫുള്ള് നമ്മളിതിൻ്റെ ബാക്കിൽ കഥ പറയണം. അത് പിന്നെയെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് വെള്ളമായിരിക്കണം. അങ്ങനെയാണ് കഥയുടെ ഫുള്ള് ആദ്യം തൊട്ട് അവസാനം വരെ കഥ ഫോളോ ചെയ്ത് പോകുന്നത് അങ്ങനെയാണ്. പിന്നെ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് സാറ് മനസ്സിൽ കണ്ട ഒരു വിഷ്വൽ ലാംഗ്വേജ് കൃത്യമായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ് ഇതിനെ ഓരോ സീനുകളെയും ഓരോ വിഷ്വലിനെയും സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് ചെയ്യാൻ. പിന്നെ കുറച്ച് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയ കുറേ ഒരു വിഷ്വൽസൊക്കെ ഉണ്ട്. അത് നമ്മൾ സാറിനൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫുൾ ടൈം നമ്മൾ ആ ഇതിലായിരിക്കണം. അതായത് ഒരു പക്ഷി പോകുന്ന അല്ലെങ്കിൽ ചിലന്തി പോകുന്നതെല്ലാം കൃത്യമായിട്ട് തന്നെ കഥയുടെ ഭാഗം തന്നെ ആയിട്ട് അങ്ങനെ കണ്ട് നമ്മളത് വിഷ്വൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സാറ് കൃത്യമായിട്ട് നമുക്കതിനൊരു ഫോളോ അപ്പ് തന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റി. ശരിക്കും ക്യാമറ കഥ പറഞ്ഞ ഒരു സിനിമയായിരുന്നു. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഫ്രെയിംസാണ്, അത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ സിനിമയ്ക്ക് നൽകിയത്. ആ സിനിമയോടൊപ്പം ആ കുട്ടിയുടെയും ആ മുത്തച്ഛൻ്റെയും റിയലൈസേഷനൊപ്പം പ്രകൃതിയും കഥ പറഞ്ഞു സഞ്ചരിച്ചു. സാറിൻ്റെ ഒരു ക്യാമറയുടെ മികവ് തന്നെയാണത്. ആസ് എ ഓഡിയൻസ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എൻ്റെ ചോദ്യം നാരായണൻ സാറിനോടാണ്. സാറിന് ഈ മൂവി ചെയ്തപ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതൊന്ന് ഷെയർ ചെയ്യുമോ? ഈ മൂവി ചെയ്തപ്പോൾ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സിനിമയിലുള്ളൊരു അഭിനയിക്കുക എന്ന് പറഞ്ഞത് ഫസ്റ്റ് അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കാഴ്ച പരിമിതി പലപ്പോഴും ഇതിനെനിക്കൊരു വെല്ലുവിളിയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കാര്യം ഓരോ അഭിനയിക്കുമ്പോഴും നമ്മളെ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം മറ്റുള്ളവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ ഭാവാവിഷ്കരണം പലപ്പോഴും എന്നെ ഈ ഡയറക്ടറും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരൊക്കെ വളരെ പണിപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. മാത്രമല്ല അതിൽ ഒരു ഓടക്കുഴൽ വിളിക്കേണ്ട ഒരു രംഗമുണ്ടായിരുന്നു. അപ്പോൾ ആ ഓടക്കുഴൽ പിടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എനിക്കൊരു ചലഞ്ചായിട്ടുള്ളൊരു സംഭവം. പിന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ തോണി യാത്രയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, വളരെ ഇഷ്ടമാണ്. ബോട്ട് യാത്രയും തോണി യാത്രയൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ആകസ്മികമായി സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ആ 8 വയസ്സായ പയ്യനും കൂടി തോണിയിൽ പോവുകയായിരുന്നു. അപ്പോൾ ആകസ്മികമായിട്ടത് മറിഞ്ഞുപോയി. അപ്പോൾ മറിഞ്ഞുപോയപ്പോൾ ഈ കുട്ടി അപ്പൂപ്പ രക്ഷപ്പെട്ടോ, തോണി മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ നീന്തി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നീന്തലറിയാം, പക്ഷേ എനിക്ക് എങ്ങോട്ടാണ് നീന്തേണ്ടത് എന്നുള്ള ഡയറക്ഷൻ എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാനവിടെ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു അത്. പക്ഷേ എന്നിരുന്നാലും എനിക്കതിനോടൊരു പേടിയൊന്നും തോന്നിയിട്ടില്ല. ആ ഒരു ജീവിതത്തിലൊരു ത്രില്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇതൊരു ചലഞ്ച് ആയിട്ട് പല സന്ദർഭങ്ങൾ അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ളതുണ്ടായി. പിന്നെ വിനയൻ സാറിൻ്റെ വിഷ്വൽസൊക്കെ നന്നായിട്ടായിരുന്നു ചെയ്തത്. പിന്നെ ആണെങ്കിൽ അത് ചെയ്യാൻ തന്നെ നല്ല പാടുണ്ടെന്നറിയാം. അപ്പം അതിൻ്റെ എന്തെങ്കിലും ചാലഞ്ചസൊക്കെ സാറൊന്ന് ഷെയർ ചെയ്യുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് സ്റ്റോറിയുടെ ഒപ്പം ക്യാമറ ഫോളോ ചെയ്യണം. അതാണ് നമുക്ക് കൺവേ ചെയ്യണം. അതായത് നമ്മൾ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്ന നേച്ചുറലാണ് സംഭവം. പിന്നെ എന്ന് പറയുന്നത് നാരായണേട്ടൻ പിന്നെ കൊച്ചു പയ്യൻ, ഇവരും രണ്ടുപേരുമാണ് ഏകദേശം പടത്തിൻ്റെ പകുതിയോളം ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് പറയുന്നത് നമ്മളത് ലാസ്റ്റ് അവർ പെട്ടുപോകുന്നതൊക്കെ നമ്മൾ ഒറിജിനൽ കായലിലാണ് ഷൂട്ട് ചെയ്തത്.
അവിടെ കുറച്ച് നമ്മൾ ഒരു ഉച്ച സമയത്തേക്ക് പറയുന്നത് നല്ല ഭയങ്കര റിസ്ക് ആയിരുന്നു ആക്ച്വലി ഷൂട്ടിങ്ങിന്. അതായത് ഇവർ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെന്താണ് നമ്മളൊരു പറഞ്ഞാണ് അങ്ങോട്ട് വിടുന്നത്, എന്നിരുന്നാലും അത് അവിടെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത്രയും ഒരു റിസ്ക് ഏരിയയിലാണ് ആക്ച്വലി ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. പിന്നെ എന്ന് പറയുന്നത് പയ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാറ് പറഞ്ഞു കൊടുത്താൽ അവൻ എന്താണ് ചെയ്യുക, എന്താണ് മനസ്സിലാക്കി ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ഇവരോടൊപ്പം തന്നെ ക്യാമറ ചെയ്ത് ഫോളോ ചെയ്ത് പോവുക, സ്റ്റോറിയോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ്. റിസ്ക് അല്ല ആക്ച്വലി, നമുക്ക് അങ്ങനെ ഇത്. ഇപ്പോൾ ആ കുട്ടിയാണെങ്കിലും നന്നായിട്ടാണ് അതിൻ്റെ ഒരു ആക്ടിങ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പം അതിപ്പം പറഞ്ഞു കൊടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കാം. അതിപ്പം ആ കൊച്ചിനോട് എന്താണ് കൺവേ ചെയ്യേണ്ടത്, അതായത് എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ. ആക്ച്വലി ജയരാജ് സാറാണ് അതിനെല്ലാം ക്രെഡിറ്റ്. അതായത് സാറ് ഓരോ കഥാപാത്രങ്ങളെയും ഈ കുട്ടീനെയും നമ്മുടെ നാരായണൻ അവർക്ക് ആക്ച്വലി അത് സാറ് പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്. അതാണ് സാറിനെ ജയരാജ് സാറായിട്ട് നടത്തുന്നൊരു അതാണ്. അതായത് ഒരിക്കലും ഇവർക്ക് അഭിനയിക്കുക എന്നുള്ളവർക്ക് ഫീലില്ല. അത് അവനോട് ഇപ്പം ഒരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ചെയ്യണമെന്നില്ല. സാറത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ ആ മൂഡ് ക്രിയേറ്റ് ചെയ്ത് അവനിന്ന് സാറ് എടുക്കും. അതാണ് സാറിൻ്റെ ഒരു കഴിവ്. അതാണ് നമ്മളെപ്പോഴും അത് ക്യാമറ ഓണായിട്ടിരിക്കുക നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ അവനൊരു എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ നമ്മളതിന് വെയിറ്റ് ചെയ്യണം. അല്ലാതെ അവനോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ആവശ്യം ചെയ്യാൻ പറ്റില്ല, അവൻ ചെയ്യത്തില്ല. പക്ഷെ സാറത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് അതിപ്പം നാരായണനോട് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആക്ച്വലി പുള്ളിക്ക് അറിയില്ല. പക്ഷെ അത് സാറത് ഇൻഡയറക്റ്റായിട്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി അത് സമയം എടുത്താൽ സാറായി ചെയ്യിപ്പിക്കുന്നത്. അതൊരു എൻ്റെ ലൈഫിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സർ. സർ, ആസ് എ പ്രൊഡ്യൂസർ പൈസ ഒരുപാട് നോക്കി കൊമേഴ്ഷ്യൽ ഫിലിംസ് വീണ്ടും വീണ്ടും പറഞ്ഞു പോയ കഥകൾ തന്നെ വീണ്ടും മാറ്റി പറഞ്ഞ് മറ്റൊരു രീതിക്ക് പറഞ്ഞ് അങ്ങനെ പാടിയ കഥകൾ വീണ്ടും പറഞ്ഞ് മാസ് ഡയലോഗുകളുടെ കാലത്താണ് സർ ഇതുപോലെ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തത്. അപ്പം സാറിൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ്? ഇനിയിപ്പോൾ സാർ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിനായിരിക്കുമോ അതോ ഇതുപോലെ ഉള്ളൊരു നല്ല ഫിലിമിനായിരിക്കുമോ സാർ ഫിനാൻസ് ചെയ്യുക? തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല ഫിലിംസിന് ആയിരിക്കും ഇതുപോലെ ഒരു കലാമൂല്യമുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്ന അത് തന്നെയാണ് എനിക്ക് പണ്ടും ഇപ്പോഴും എല്ലാം. നമ്മൾക്ക് മണി മേക്കിംഗ് എൻ്റെ ഒരു എയിമല്ല. ഇതിൽ ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മളത് ഏറ്റെടുക്കുകയായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രോജക്റ്റുകൾ വന്നാൽ എൻ്റെ അപ്പോഴത്തെ ഒരു സ്റ്റേജ് അനുസരിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും അതിനെ കൈക്കൊടുക്കും. കാരണം നമുക്ക് ഇതുകൊണ്ട് എനിക്ക് പ്ലസ് പോയിൻറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തതിലൂടെ. ഒരുപാട് റെക്കഗ്നിഷൻസ് വ്യക്തിപരമായിട്ടും എനിക്ക് ഒരു ഐഡൻറ്റിറ്റി ഈ ഇതിൽ വന്നിട്ടുണ്ട് ഈ ഒരു പടത്തിന് ശേഷം. ഇതിനു മുമ്പ് ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലിം ജസ്റ്റ് തുടങ്ങി വെച്ച് കുറച്ചായതാണ്. അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സാറിൻ്റെ പ്രോജക്റ്റ് വരുന്നത്. ഒന്നും നോക്കാതെ ഞാൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് ഞാൻ ഇനിയും പോകാൻ ഞാൻ ഒരുപാട് താല്പര്യമുള്ള ആളാണ്. അത് അങ്ങനെ തന്നെയായിരിക്കും. ശരിക്കും മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ ഫിലിം. കാരണം IFFIയിലും IFFKയിലും എല്ലായിടത്തും നിറയെ തത്തകളുള്ള മരം അത് ഇപ്പോഴും നിറഞ്ഞ് മനസ്സിൽ പക്ഷികളെ പോലെ തന്നെ പറക്കുകയാണ്. കാണുന്ന പ്രേക്ഷകർക്കും ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയും ആ കഥ പറഞ്ഞു തരുന്ന ചില മൂല്യങ്ങളും എല്ലാം ഇപ്പോഴും മുൻപിൽ തന്നെ നിൽക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായ സാറിന് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ വരെ രേഖപ്പെടുത്തിയ ഒരു സിനിമയാണ് നിറയെ തത്തകളുള്ള മരം. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് മരിയൻ കോളേജ് കുട്ടിക്കാനത്തിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ പേരിലും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.